ഞാൻ ചിന്നു നിസാർ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സീതാപ്പിൾ വെച്ചിട്ടുള്ള കേക്കാണ്. ആദ്യം തന്നെ ഞാനിതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് അരിച്ചെടുക്കുന്നു. 1 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്. ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുക. അടുത്തത് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിലോട്ട് എസെൻസും ആഡ് ചെയ്ത് ഷുഗറും ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പോകുന്നു. 2 ഡ്രോപ്സ് മിൽക്ക് എസെൻസ്, 2 ടേബിൾ സ്പൂൺ വാനില എസെൻസ്. ഇതിലോട്ട് 1 കപ്പ് ഷുഗർ പൊടിച്ച് വെച്ചത് ഇട്ട് ബീറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിലോട്ട് മാറ്റാം. അടുത്തത് ഇതിലോട്ടുള്ള മിൽക്ക് റെഡിയാക്കാം. വെറ്റ് ചെയ്യാനുള്ളത് അതിൽ പാല്, മിൽക്ക് മെയ്ഡ്, ഷുഗർ ആഡ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. അടുത്തത് ഫില്ലിങ്ങിനുള്ള സീതാപ്പിൾ നമുക്ക് സെറ്റാക്കി വയ്ക്കാം. ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. സീതാപ്പിൾ നന്നായിട്ട് ഉടയണം. ഇത് നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിങ്ങിനുള്ളത് റെഡിയാക്കാം. ഹായ് മാം, ടെൻഷനിലിരിക്കുന്നത് ഇന്ന് കുറവുണ്ട്. അത് നന്നായി. ഓക്കെ, കസ്റ്റർഡ് ആപ്പിൾ. ഓക്കെ, ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൽ മിൽക്ക് മെയ്ഡിൽ അതിൻ്റെ ഇത് മാറ്റാനായിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് കസ്റ്റർഡ് ആപ്പിൾ ഫില്ലിങ് തയ്യാറാക്കണം. പിന്നെ കേക്ക് പ്ലെയിൻ വാനിലയാണ്. അകത്ത് സിറപ്പ് അങ്ങനെ എന്തെങ്കിലും? മിൽക്കാണ് സോക്ക് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് ആ ഒരു കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ പോണത് ആ ഫില്ലിങ്ങിൽ നിന്നാണ്. അതായത് ഫില്ലിങ്ങിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ഉടച്ചിട്ടുണ്ട്. അത് കൂടാതെ അതിൻ്റെ ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രീം ചീസിൻ്റെ ക്രീമും കൂടിയാണ് ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, അതും കൂടി വരും. ആൻഡ് ഫൈനൽ ഫ്രോസ്റ്റിങ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ഓക്കെ, വിപ്ഡ് ക്രീം ഉണ്ടോ? അപ്പോൾ അതിലും വിപ്പിംഗ് ക്രീം കുറച്ച് ഇടയുള്ളൂ. കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടില്ല. വിപ്ഡ് ക്രീം കൂടുതൽ വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും. നോക്കി ചെയ്താൽ മതി. ഓക്കെ, ശരി. ആദ്യം ക്രീം ചീസ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അധികം വേണ്ട. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറിയിട്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് കിടക്കാം. ഇത് നമുക്ക് മുകളിൽ പൊന്തി നിന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ അടിവശം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇവിടെ അതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. ഇപ്പം മുറിച്ച് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇനി ഫ്രോസ്റ്റിങ്ങിൻ്റെ കാര്യമുള്ളൂ. ഇത് എന്തായിരുന്നു? കസ്റ്റർഡ് ആപ്പിൾ. ഇഷ്ടമുള്ള സീതാപ്പിൾ. ഐ ലൈക്ക് ദാറ്റ് ഫ്ലേവർ. അതാണ് ക്രീം അധികം ഇല്ലാണ്ട് ക്രീം ചീസിൽ ആ പുളിപ്പിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് കിട്ടും. കസ്റ്റർഡ് ആപ്പിൾ ക്രീം. അതിൻ്റെ മുകളിലോട്ട് ഓരോ സ്പഞ്ചുകളായിട്ട് സ്പഞ്ച് ഒന്ന് ചെറുതായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചീസ് ഒന്ന് ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ കൂടി സൈഡിലോട്ട് കൊടുക്കാം. ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സീതാപ്പിൾ മാറ്റി വെച്ചത് നമുക്കിതിൻ്റെ ക്രഷായിട്ട് കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ചീസ് ക്രീം ആഡ് ചെയ്യുക. കുറച്ച് ക്രഷ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം.
സീതാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം.